ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ചിക്കൻ കറി വെക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ചിക്കനൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കനെല്ലാം ഓരോരോ പീസുകളായിട്ട് നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുമ്പോൾ ചിക്കൻ ഒരുപാട് വെന്ത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയും പിന്നെ തേങ്ങാക്കൊത്ത്, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. തേങ്ങയൊക്കെ ഒരു ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, കറിവേപ്പില അതെല്ലാം കൂടി ഇട്ട് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയൊക്കെ ഒരു ബ്രൗൺ നിറം ആയി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. അത് വഴറ്റുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു വശമൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ചിക്കൻ എല്ലാം തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മറ്റേ സൈഡും കൂടി ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അത് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയൊക്കെ ഒന്നുകൂടി വഴന്നതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. തക്കാളി ചെറുതായിട്ടാണ് അരിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് വരട്ടെ. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്തുടഞ്ഞ് ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ നിറം ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുരുമുളക് പൊടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തതാണ്. ഇനിയും കറിയൊക്കെ തിളച്ച് വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ മസാലയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ. അല്ലെ പൊടി കരിഞ്ഞു പോകും. അപ്പം നമ്മുടെ മസാലയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കനും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ നന്നായിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ തിളച്ച വെള്ളമാണ് ചിക്കനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ചാറ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് സമയം അങ്ങനെ ഇരുന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അടപ്പ് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചിക്കനൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.